ജനങ്ങളെ തല്ലുപിടിപ്പിക്കണ പരിപാടി മാത്രമല്ലാണ്ട് ഒന്നും നടക്കില്ല ഇവിടെ. ഇത് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ശരിക്കും മോദി പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരനെ അതാർക്കും അറിയില്ല എന്ന് മാത്രം. മൊത്തത്തിൽ മുന്നിൽ നിൽക്കും എന്ന് പറയും. ഇപ്പം എന്തിട്ടില്ല മുന്നിൽ നിന്നിരിക്കണേ എല്ലാത്തിലും ഗ്യാസിന് വില കയറി. ഇലക്ഷൻ വന്നപ്പോൾ ഗ്യാസിന് വില കുറച്ചു. കുടുംബം ജയിച്ചു പോകാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഇതല്ലേ, എല്ലാത്തിനും വില കൂടി. ഒരു 430 ഉണ്ടായിരുന്നത് 4500 രൂപ 4300 രൂപ ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് താങ്ങാൻ സാധിക്കുന്ന ഒരു സംഭവമല്ല. ഇത് മോദിയുടെ ഗ്യാരണ്ടി അല്ല, ശരിക്കും മോദിയുടെ ഒരു പ്രഹരം തന്നെ പറയാൻ പറ്റുള്ളൂ. അനാവശ്യമായൊരു പ്രഹരം. മോദിയാണേലും ഏത് സർക്കാരാണേലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. സർക്കാർ കൊള്ളയടിക്കുന്നു, ജനങ്ങളെ പിഴിഞ്ഞ് കാശ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ അത് ചെയ്യുന്നു. സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ? ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾ അവിടെ പോയി എന്ത് ചെയ്യും? അനുഭവിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ പൈസ കിട്ടിട്ട് ഓടണ ഓരോ ദിവസം. അത് ഇതേമാതിരി പെർമിറ്റിന് കാശ് കൂട്ടി ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഒരു ഇടിവെട്ട് കൊണ്ടുപോകാൻ പാമ്പ് കടിച്ചു പോകാൻ ഇടിവെട്ട് കൊണ്ടുവന്ന് പറഞ്ഞ പോലെ പെട്ടെന്നുള്ളൊരു സമീപനം. ഇപ്പം തന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ വണ്ടി ഓടിച്ചിട്ട് പലപ്പോഴും ഓരോ പേട്ടകളിലും കിടന്ന് 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ കിടന്നിട്ട് ഒരു വാടക എടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നികുതി കൂട്ടുകയാണെങ്കിൽ സാധാരണക്കാരുടെ കാര്യം ഭയങ്കര കഷ്ടം തന്നെയാണ്. സാധാരണക്കാരായ ആൾക്കാർ കയറുമ്പോൾ തൂങ്ങുക, ആത്മഹത്യ ചെയ്യുക തന്നെ, വേറെ രക്ഷയൊന്നുമില്ല. എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് പറയാനൊന്നുമില്ല, അത് അനുഭവത്തിലുണ്ട് എല്ലാവർക്കും. സാധാരണക്കാരായിട്ടുള്ള ഈ വണ്ടി കൊണ്ട് കിടക്കുന്ന ഫീൽഡിൽ കൊണ്ട് കിടക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ സത്യം അറിയാം. പിന്നെ ഓരോ പാർട്ടികളുടെ അടിമയായതുകൊണ്ട് കുറേ പേരൊക്കെ നിശബ്ദരായിരിക്കണമെന്ന് മാത്രം. ഈ ലെവലിൽ ജീവിക്കാൻ പറ്റാത്ത ലെവലിലാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ഒന്നാമത്തെ വില കയറ്റം, അതിന് മുഴുവനായിട്ട് ഈ പെർമിറ്റിന് വില കയറ്റം. എവിടെ പോയി അവസാനിക്കുന്നു ഒരു പിടുത്തമില്ല. വണ്ടിക്കാണെങ്കിൽ മൊത്തത്തിൽ ഓട്ടമില്ല. അതിൻ്റെ പിന്നാലാണ് വണ്ടിക്ക് പണികൾ വന്നുകൊണ്ടിരിക്കുക. ഇത് ടാക്സും ഈ കാര്യങ്ങളിങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്ന ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങളുടെ വിഷമങ്ങളും പറയാനും കേൾക്കാനൊന്നും ഗവൺമെൻറ് ഇല്ല. ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സമരം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് നേതാക്കന്മാരും ഞങ്ങളുടെ കൂടെ നിൽക്കണില്ല. ഒക്കെ ആ നേതാക്കന്മാർ അവരവരുടെ ഇഷ്ടത്തിന് അവരവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഒന്നുമില്ലാത്ത ലെവലാണ് ഓട്ടോറിക്ഷക്കാരുടെ ലെവലിൽ പോണത്. ഈ ലെവലിൽ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ആത്മഹത്യയുടെ പക്കത്തിൽ നിൽക്കണം ജീവിതം. അവരോട് ഒന്നും പറയാനില്ല, അവരുടെ കാര്യമല്ല ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കാലം 2 ഭരണം കഴിഞ്ഞു, 2 ഇപ്പോൾ അടുപ്പിച്ച് ഭരണം അവരോട് തന്നെയാണ് ഭരിക്കുന്നത്. അവരിപ്പോൾ എന്തൊക്കെ കാഴ്ച വെച്ചിരിക്കണേ? അവർ നന്നാവാന്നല്ലാണ്ട് ജനങ്ങൾ നന്നാവണ്ട. കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ മുന്നിൽ നിൽക്കും എന്ന് പറയും. ഇപ്പോൾ എന്തിട്ടില്ല മുന്നിൽ നിന്നിരിക്കണേ എല്ലാത്തിലും ഗ്യാസിന് വില കയറി. ഇലക്ഷൻ വന്നപ്പോൾ ഗ്യാസിന് വില കുറച്ചു. ഇനി ഇതിൻ്റെ 2 ഇരട്ടിയാണ് കയറാൻ പോണ്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞു ഗ്യാസിന് വില കയറ്റും. അപ്പോൾ ഇതേമാതിരി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പാവപ്പെട്ടവറ്റങ്ങൾ കിടന്ന് വട്ടം തിരിയാന്നല്ലാണ്ട് ഒരു മാർഗ്ഗമില്ല. ജനങ്ങൾക്ക് കിട്ടേണ്ടത് പോലും ഇല്ലാത്ത ലെവലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ശരിക്കും മോദി പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരനെ അതാർക്കും അറിയില്ല എന്ന് മാത്രം. എന്തുകൊണ്ട് അങ്ങനെ പറയണമെന്ന് വെച്ചാൽ അവരുടെ ഭരണം എല്ലാത്തിനും മുൻകൂട്ടി പറഞ്ഞിട്ട് ചെയ്തിട്ട് ലാസ്റ്റ് അത് കാലുമാറണ്. എല്ലാ കാര്യത്തിലും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? പറച്ചിലെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ആ ശ്രീരാമൻ്റെ അമ്പലത്തിൻ്റെ പണി കേസ് തന്നെ പറഞ്ഞിട്ട് കണ്ടില്ലേ? ഒരു ഭാഗം തുണി കൊണ്ട് മറച്ചു, അതൊക്കെ മൊത്തത്തിൽ വന്നതാ. തുണി കൊണ്ട് മറച്ചിട്ട് ഉദ്ഘാടനം കഴിഞ്ഞു എന്ന്. ആർക്കും വേണ്ടിയിട്ട് ഇത് ചെയ്യണേ? ശ്രീരാം പറഞ്ഞിട്ട് ഇത് ചെയ്യണമെന്ന്. ഇതിപ്പോൾ ഇത് കഴിഞ്ഞ ജനങ്ങളെ തല്ലുപിടിപ്പിക്കണ പരിപാടി മാത്രമല്ലാണ്ട് ഒന്നും നടക്കില്ല ഇവിടെ. ഇത് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ശരിയല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് ഓടിയിട്ട് വലിയ വരുമാനമൊന്നുമില്ല. പിന്നെ ഒരു പണിയില്ലാത്ത കാരണം നമ്മളിത് ചെയ്യണം, എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണത്. കുടുംബം ജയിച്ചു പോകാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഇതല്ലേ, എല്ലാത്തിനും വില കൂടി. ഈ തൊഴിലാളികൾക്ക് മാത്രം 10 പൈസ കൂടുതലില്ല. ഓട്ടോ തൊഴിലാളി എപ്പോഴും അവഗണിക്കപ്പെട്ട ഒരു തൊഴിലാളികളാണ്. സർക്കാരും എല്ലാവരും അവഗണിക്കപ്പെടുന്നതാണ്. പാവങ്ങളെ കൊള്ളയടിക്കാന്ന് പറഞ്ഞാൽ വേറെ ആരും കൊള്ളയടിക്കാൻ പറ്റില്ലല്ലോ, മറ്റുള്ള മുതലാളിമാരെ കൊള്ളയടിക്കാൻ പറ്റില്ലല്ലോ. മോദിയുടെ ഗ്യാരണ്ടി ആണോന്നും നമുക്കറിയില്ല. ഇതിപ്പോൾ ഇത് ആരുടെ ഗ്യാരണ്ടി ആയാലും വഴിപെടുന്നത് പാവപ്പെട്ട ഞങ്ങളാണല്ലോ. പാവപ്പെട്ട ജനങ്ങൾക്ക് മാത്രം എല്ലാത്തിനും ഓട്ടോ ചാർജ് മാത്രം കൂടുതലും ഓട്ടോ തൊഴിലാളികൾ അവഗണിക്കപ്പെടുകയാണ്. എന്താ ജനങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നടക്കില്ല, അവർക്കുള്ള കാര്യങ്ങളൊന്നും നടക്കാണ്ടിരിക്കണമല്ലോ. മറ്റുള്ള പാവപ്പെട്ട ജനങ്ങളുടെ കാര്യങ്ങൾ മാത്രം നടക്കാണ്ടല്ലോ. കാശുള്ളവൻ്റെയും മന്ത്രിമാരെയും ആരും കാര്യം നടക്കാണ്ടിരിക്കുന്ന തൊഴിലാളികളുടെ മാത്രം. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഒരു ദിവസം 500 രൂപയ്ക്ക് ഓടാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇങ്ങനെ ഒരു ചാർജ് ഈടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്.
ഒരു ദിവസം 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 200 ഡീസൽ അടിച്ച് 300 രൂപ നമുക്ക് തന്നെ ചിലവുണ്ടല്ലോ. ഇപ്പോഴത്തെ ചൂട് അറിയാലോ. ഈ ചൂടിൽ നമുക്കൊരു 100 രൂപ എന്തായാലും ഭക്ഷണവും വെള്ളമായിട്ട് വരും. പിന്നെ 200 രൂപ വീട്ടിൽ കൊണ്ടുപോകാൻ വരെ പറ്റാത്ത സ്റ്റേജിലാണ്. ഈ സ്റ്റേജിൽ ശരിക്കും നമ്മളെ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിയിടാണിത് നിയമം. അതിനാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ? ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾ അവിടെ പോയി എന്ത് ചെയ്യും? എങ്ങോട്ട് പോകും? ഇതൊക്കെ ആരോട് ചോദിക്കാനാണ്, ആരോട് പറയാനാണ്? പാവപ്പെട്ട ജനങ്ങളെ പിഴിയുന്ന ഒരു പരിപാടിയാണെന്നാണ് ഞാൻ പറയാറുള്ളത്. എനിക്കത്രേ പറയാനുള്ളൂ. ഇതിന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കിത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഓരോ ദിവസം ചെല്ലുന്ന ടാക്സും ഇൻഷുറൻസും എല്ലാം വർദ്ധിപ്പിച്ച് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കൊണ്ടും നമുക്ക് ഓരോ സാധനം വണ്ടിയുടെ സാധനങ്ങൾക്ക് പോകുമ്പോൾ ഇരട്ടി വില കൊടുത്ത് മേടിക്കുന്നത്. അതിൻ്റെ ഇങ്ങനെ ഓരോ ഇൻഷുറൻസ് ആയാലും പെർമിറ്റ് ആയാലും കൂട്ടി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതത്ര ഞങ്ങൾക്ക് പറയാനുള്ളത്. സർക്കാർ പറയാം ഞങ്ങളത് കണ്ണു തുറന്ന് അത് പറയാം. ഞങ്ങളിപ്പോൾ ഈ ഓട്ടോറിക്ഷ തൊഴിലാളി എന്ന് പറഞ്ഞാൽ അത്ര കിട്ടുന്ന ചിലവുകൊണ്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. ഇതിങ്ങനെ വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അത്രയാണ് പറയാനുള്ളത്. കൊള്ളയടിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ പിടിച്ചു പറയാം. എല്ലാ മേഖലയും ഞങ്ങൾ പിടിച്ചു പറിക്കണ പോലെ ഈ മേഖലയും പിടിച്ചു പറിച്ചു തുടങ്ങി. ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങൾക്ക് യാതൊരുവിധ വഴിയും കാണാത്ത ഒരവസ്ഥ അടച്ച് ഞങ്ങളെ പിടിക്കണം എല്ലാ മേഖലയും. അപ്പോൾ അതുപോലെ ഓട്ടോറിക്ഷയും പിടിച്ചു തുടങ്ങി. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങൾ വല്ല ആത്മഹത്യ ചെയ്യുന്ന വക്കീലേക്ക് നിർത്തണം എല്ലാവരും. ഞങ്ങളുടെ ഫാമിലി അടക്കം എല്ലാവർക്കും ഞങ്ങൾക്കൊരു ആത്മഹത്യക്ക് തള്ളിവിടുന്ന ഒരു പ്രവണത വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ അവസ്ഥ. അതിന് ജനങ്ങൾ നിങ്ങളൊക്കെ രംഗത്തിറങ്ങിയാൽ ഞങ്ങൾക്ക് ഇതിന്നൊക്കെ ഒരു മോചനം കിട്ടും. അതിൽ ഞങ്ങൾക്കൊന്നും മോചനം ഉണ്ടാവില്ല. ഞങ്ങൾ മരിക്കാൻ രക്ഷയുണ്ട്. ഞങ്ങൾക്ക് മോചനം ഇല്ല. അതെ, മോദിയും ഈ ഇലക്ഷൻ സെൻ്ററാണ്. ഇലക്ഷന് ചെയ്ത് കൂടുന്ന കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയതൊക്കെ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതൊക്കെ തകിടം മറിയും അല്ലേ? മോദിയോട് പറയണത് ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ മേഖലയും ആകെ ഇല്ലാണ്ടാവും പോകണം ഞങ്ങളും എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാവും, അത്ര തന്നെ. വേറെ എന്താ പറയുക തന്നെ. ഞങ്ങൾക്ക് ഓട്ടങ്ങൾ ഭയങ്കര മോശമാണ്. വണ്ടി ഓടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലെ പെർമിറ്റ് പുതുക്കുക, കൂടുക, ടാക്സ് കൂട്ടുക, ഇതെല്ലാം കഴിയുമ്പോൾ എല്ലാത്തിനും ബുദ്ധിമുട്ടുകളാണ്. വേറെ ഒന്നും പറയാനില്ല. ഇപ്പോഴത്തെ സർക്കാർ ഈ നിലയ്ക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മോദിയാണേലും ഏത് സർക്കാരാണേലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. സർക്കാർ കൊള്ളയടിക്കുന്നു. ജനങ്ങളെ പിഴിഞ്ഞ് കാശ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ അത് ചെയ്യുന്നു. അല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? ഞങ്ങളെപ്പോലെയുള്ള ഭാഗങ്ങൾ മിണ്ടാതിരിക്കണം. ഇങ്ങനെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. 10 മടങ്ങ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ 430 ഉണ്ടായിരുന്നത് 4500 രൂപ 4300 രൂപ ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് താങ്ങാൻ സാധിക്കുന്ന ഒരു സംഭവമല്ല. അതുപോലെ എല്ലാ മേഖലയിലും ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പറയണു. നമുക്ക് കൃത്യമായിട്ട് അത് അംഗീകരിക്കാൻ സാധിക്കില്ല. നമുക്ക് ഇപ്പോൾ ഡീസൽ വില വർധന തന്നെ നമുക്ക് താങ്ങാൻ സാധിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. പിന്നെ ഇൻഷുറൻസ് അതുപോലുള്ള സംഭവങ്ങളെല്ലാം സ്പെയർ എല്ലാം തന്നെ നല്ല വില വർധനയിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വില വർധന വന്നു കഴിഞ്ഞാൽ, നിരക്ക് വർധന വന്നു കഴിഞ്ഞാൽ നമുക്കത് സഹിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇത് മോദിയുടെ ഗ്യാരണ്ടി അല്ല, ശരിക്കും മോദിയുടെ ഒരു പ്രഹരം തന്നെ പറയാൻ പറ്റുള്ളൂ. അനാവശ്യമായൊരു പ്രഹരം. അതിനും കൂടുതൽ ഒന്നും നമുക്ക് ജനങ്ങൾ ഇതിനൊരു മറുപടി കൊടുക്കണം തന്നെയാണ് വിശ്വാസം. മറുപടി കൊടുക്കും തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾ പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ സാധാരണ ഓട്ടോറിക്ഷക്കാരാ. ഞങ്ങൾ അനുഭവിക്കല്ലാണ്ട് ഒരു രക്ഷയില്ല. അനുഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നിസ്സാര പൈസ കിട്ടിയിട്ട് ഓടണ ഓരോ ദിവസം. അത് ഇതേമാതിരി പെർമിറ്റിന് കാശ് കൂട്ടി ഞങ്ങൾ എന്ത് ചെയ്യാനാ? അനുഭവിക്കുക തന്നെ എല്ലാവരും. തീരുമാനമൊക്കെ സാധാരണ ജനങ്ങളെ ഇവർക്കൊന്നും ഇപ്പോൾ അറിയില്ല. അവരൊക്കെ വലിയ വലിയ ആൾക്കാരായി പോയി. ഞങ്ങൾ സാധാരണക്കാർ പാവപ്പെട്ടവർ ഈ വെയിലും ചൂടൊക്കെ കണ്ട് കിട്ടണ കാശ് ഇപ്പോൾ ഈ പറയണത് അടയ്ക്കണ്ടേ? ഞങ്ങൾക്ക് ഓടണങ്ങേ? ജീവിക്കാൻ നിവൃത്തിയില്ല, അനുഭവിക്കുക തന്നെ. ഏതൊക്കെയാണോ ഓരോരുത്തർ അവരൊക്കെ അത് നോക്ക്, ഓരോ കോലങ്ങൾ. ജീവിക്കാൻ പറ്റാണ്ടാണ്. ഓട്ടോറിക്ഷക്കാരാണ്, എന്ത് ചെയ്യാനാ? എന്ത് വന്നാലും ഞങ്ങൾക്ക് തന്നെ പ്രശ്നം. സാധാരണക്കാരായ ആൾക്കാർ കയറുമ്പോൾ തൂങ്ങുക, ആത്മഹത്യ ചെയ്യുക തന്നെ, വേറെ രക്ഷയൊന്നുമില്ലേ? ജനങ്ങളെ അല്ലെങ്കിൽ തന്നെ സാധനങ്ങളുടെ വില വർധനവും മറ്റുള്ള കാര്യം കൊണ്ട് വളരെയധികം ജനം ബുദ്ധിമുട്ടിയാണ്. ഈ ഓട്ടോറിക്ഷ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇടിവെട്ട് കൊണ്ടുപോകാൻ പാമ്പ് കടിച്ചു ഇടിവെട്ട് കൊണ്ടുവന്ന് പറഞ്ഞ പോലെ പെട്ടെന്നുള്ളൊരു സമീപനം ജനങ്ങളെ ദ്രോഹ നടപടി എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ. എല്ലാറ്റിനും കൂട്ടിയുണ്ട്. ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. ഓട്ടം കുറവ്, പിന്നെ ഇപ്പോൾ ടാക്സൊക്കെ കൂട്ടി അടയ്ക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. എങ്ങനെയായിരുന്നു ജീവിച്ച് പോകണ്ടേ? അപ്പോൾ അതുകൊണ്ട്
ഞങ്ങൾ ജീവിച്ച് പോവന്നെ. ആർക്ക് നമ്മളാര് ഇലക്ഷനിൽ വോട്ടിൽ ജയിപ്പിച്ചാലും എല്ലാ അപ്പം മോദി സർക്കാരും ആരായാലും ഇത് കൂട്ടുന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അവരോട് പറയാനായിട്ട് നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ ആദ്യം 400ൻ്റെ അടുത്ത് വരുന്ന സംഖ്യയാണ് ഇപ്പോൾ ഈ 4300 രൂപയോളം വരുന്നത്. അപ്പോൾ ആ സംഖ്യ എന്തായാലും തീർച്ചയായിട്ടും നമ്മളെ പോലുള്ള സാധാരണക്കാരെ ബാധിക്കാണ്ടിരിക്കില്ലല്ലോ. വളരെ മോശം, വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. വോട്ടല്ല ഒന്നാമത്തെ കാര്യം. ജനമില്ല പുറത്ത്, ജനം വേണ്ട. കുറേ വാഹനം ചൂടിന് തന്നെയാണോ അതോ മൊത്തത്തിൽ പരിതാപകരം തന്നെയാണ്? എല്ലാ ഭാഗം കൊണ്ടും ഉണ്ടത്. വലിയൊരു എമൗണ്ട് അല്ലേ. സാധാരണക്കാരായുള്ള ഞങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ഇത് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതൊരു എല്ലാത്തൊരു സംഖ്യ തന്നെയാണ്. പറയാനുള്ളത് ഇപ്പം എന്താ പറയുക, നമ്മൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് പറയാനൊന്നുമില്ല, അത് അനുഭവത്തിലുണ്ട് എല്ലാവർക്കും. സാധാരണക്കാരായിട്ടുള്ള ഈ വണ്ടി കൊണ്ട് നടക്കുന്ന, ഫീൽഡിൽ കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ സത്യം അറിയാം. പിന്നെ ഓരോ പാർട്ടികളുടെ അടിമയായതുകൊണ്ട് കുറേ പേരൊക്കെ നിശബ്ദരായിരിക്കണമെന്ന് മാത്രം. ഒരു കാര്യമില്ല, അവനവൻ്റെ കാര്യം തുറന്നു പറയുക, അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ സംസാരിക്കണ്ടേ, അത് മിണ്ടില്ല. രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അവരെന്നെ ന്യായീകരിച്ച് പോവുക, അത്ര തന്നെ. ഭയങ്കര പരിതാപസ്ഥിതിയിലാണ് പോണത്. ഒന്നാമത് ഈ ഇന്ധനത്തിൻ്റെ വില കുറച്ച് കുറഞ്ഞാൽ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ വരും. നിത്യോപകരണ സാധനങ്ങളുടെ വില ഓട്ടോമാറ്റിക്കായിട്ട് കുറയുമല്ലോ. ഇപ്പം നമുക്ക് വൈകുന്നേരം വരെ വണ്ടി എടുത്തിട്ട് ഇത്തിരി 3, 4, 5 എണ്ണസംഖ്യയുള്ള ഒരു കുടുംബത്തിൻ്റെ കാര്യം നോക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളൊരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ച് വരുമ്പോൾ നമ്മുടെ പോക്കറ്റ് കാര്യമില്ല. നാളേക്ക് നമ്മളൊന്നുമില്ല. വല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിക്കൽ തന്നെയാണ്. അല്ലാണ്ട് വേറെ എന്നിട്ടാ ഇങ്ങനെ ഓരോ നിയമങ്ങൾ കൊണ്ട് നമ്മൾ അവർ പാസ്സാക്കി കൊണ്ടു കഴിഞ്ഞാൽ പ്രാബല്യത്തിലായ പിന്നെ നമ്മളത് അടക്കിൻ്റെ വേണം. നമ്മൾ പിന്നെ 4 ദിവസം സമരം ചെയ്തു, അത് ആ 4 ദിവസം വെറുതെ പോയി, അത്ര തന്നെ. തൊഴിലാളികളെ വഞ്ചിക്കുക എന്നാണ് ഒരു ഇത്. ഇപ്പോഴത്തെ നിലവാരത്തിൽ ഓട്ടം വളരെ കുറവും ചിലവും കൂടുതലാണ്. അതിനിടയിൽ ഓരോ ചാർജുകളിനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ഇതിപ്പോൾ ഏതെങ്കിലും പഠിക്കുക അത് കുറയ്ക്കാനുള്ള നടപടി ഉണ്ടാക്കണം എന്നാണ് നമുക്ക് മാധ്യമങ്ങളോടും മറ്റുള്ളവരോടും പറയാനുള്ളത്. ഇപ്പം തന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ വണ്ടി ഓടിച്ചിട്ട് പലപ്പോഴും ഓരോ പേട്ടകളിലും കിടന്ന് 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ കിടന്നിട്ട് ഒരു വാടക എടുക്കണം. 30 രൂപയുടെ വാടകയായിരിക്കും കിട്ടണത്. അങ്ങനെ ഒരു ദിവസത്തിൽ 10-350 രൂപ കിട്ടുന്ന അവസരത്തിൽ ഇത്രയും ചാർജുകൾ വർദ്ധിപ്പിച്ചാൽ ഒരു തരത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് പരമാവധി അത് നമുക്ക് പറ്റാവുന്ന രീതിയിലേക്ക് കുറച്ച് കൊണ്ടുവരണം എന്നാണ് മൊത്തത്തിലെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിൻ്റെതായ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും നടപ്പിൽ വരുത്തുന്നില്ല. അത് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് നമ്മുടെ ഓരോ ചാർജുകൾ അനധികൃതമായി കൂട്ടിക്കൊണ്ട് വരുന്നത് കുറയ്ക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം. അല്ലെങ്കിലും സാധാരണക്കാർക്ക് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. കാശുള്ളവർക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ പെർമിറ്റിൻ്റെ പറയുന്നത് കേട്ടു, പക്ഷേ അതിന് വന്നില്ലെന്ന് അറിയില്ല. വരുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ അത് കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല. ഓട്ടോ ഇല്ല, ഒന്നുമില്ല. കുറേ കള്ള പെർമിറ്റും കാര്യങ്ങളൊക്കെ ഓടുന്നു ടൗണിൽ. ഇപ്പോൾ 7000-6000 വണ്ടികളൊക്കെ വെറുതെ TC TP അടിച്ച് ഓടുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ വരുന്നത്. അല്ലാണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാണ്ടുണ്ട്. വരട്ടെ, എന്തായാലും നമുക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ലല്ലോ. ജീവിതം അവന് മുന്നോട്ട് പോകണ്ടേ. മോശമായിട്ടുള്ള സമയമാണ്. പിന്നെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും വളരെ മോശമായ സ്ഥിതിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നികുതി കൂട്ടുകയാണെങ്കിൽ സാധാരണക്കാരുടെ കാര്യം ഭയങ്കര കഷ്ടം തന്നെയാണ്. അതിനൊരു മാറ്റം ഉണ്ടാവേണ്ടതാണ്. അതിന് അധികാരപ്പെട്ട ആൾക്കാർ അതിന് വേണ്ട നടപടി സ്വീകരിച്ച് സഹായിക്കണം എന്നുള്ള കാര്യം അഭ്യർത്ഥിക്കാനുണ്ട്. ഞങ്ങൾക്ക് ഇതിപ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഓട്ടമൊന്നും കുറവാണ്, എല്ലാവർക്കും വില ഓട്ടം കുറവ്. അപ്പോൾ ഇത് കൂടിയപ്പോൾ ഭയങ്കര കഷ്ടത്തിലായിട്ടുണ്ട് എല്ലാവരും. അവർ ഒന്നും നോക്കണില്ല, വണ്ടിക്കാരെ കാര്യം നോക്കണില്ല ആരും.